മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള്, സോഷ്യൽ മീഡിയ എവിടേക്ക് നോക്കിയാലും പശ്ചിമേഷ്യൻ യുദ്ധത്തില് ഇറാൻ എന്തോ മലമറിച്ചു എന്നാണ് 24 മണിക്കൂറും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്തിനാണ് ഇമാതിരി ഊളത്തരം ചെയ്യുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിഹാദികളെ സുഖിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ തന്നെ ഒരു അജണ്ട എന്നുള്ളത്. AI വീഡിയോസ് പോലും പ്രമുഖ മാധ്യമങ്ങൾ പോലും എടുത്തിടുന്നുണ്ട്. എന്നിട്ട് അമേരിക്കയെ ഇറാൻ ആക്രമിച്ചു. എന്തൊരു മരമൊണ്ണത്തരമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും ജിഹാദികള് വിളിച്ചു പറയുന്നത്, ഓ ഇറാൻ അവിടേക്ക് ഒരു മിസൈൽ അയച്ചു, ഇവിടേക്ക് അയച്ചു മിസൈല്. ഇറാൻ എത്ര മിസൈൽ അയക്കും എന്നുള്ളത് ഇവിടെയുള്ള ജിഹാദികളെക്കാൾ നന്നായിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാം. അത് ഇവിടെയുള്ള മരമൊണ്ണ ജിഹാദികൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ എണ്ണ പ്രതിസന്ധി കാര്യങ്ങളൊക്കെ വെനസ്വേല പ്രസിഡന്റിനെയൊക്കെ അമേരിക്ക അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊരു സൂചനയായിരുന്നു ഇറാന് വരാനുള്ളൊരു അടിയാണ്. എണ്ണ പ്രതിസന്ധി ഒന്നും ഒരു തരത്തിലും വരാതിരിക്കാനുള്ളൊരു നീക്കമായിരിക്കാം അന്ന് ആ ഒരു അറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. കൃത്യമായിട്ട് എത്ര കാലം ഇത് യുദ്ധം മുന്നോട്ട് പോകുമെന്നത് ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടാണ് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ളത്. എണ്ണ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായിട്ട് മറ്റാരേക്കാളും അമേരിക്കയും ഇസ്രായേലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെയുള്ള മൊണ്ണ ജിഹാദികൾ മനസ്സിലാക്കുക. മാത്രമല്ല നമ്മുടെ രാജ്യം വളരെ വ്യക്തമായിട്ട് ഈ യുദ്ധം മുന്നോട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ലോകത്ത് യുദ്ധം കൊടുമ്പിരികൊള്ളുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ ഹോർമൂസ് കടലിടുക്കിലൂടെ നമ്മുടെ ഗ്യാസ് കപ്പലുകളെയും നമ്മുടെ എണ്ണക്കപ്പലുകളെയും നമ്മുടെ തീരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ലോകം മുന്നോട്ട് പോകുമ്പോഴും ജിഹാദികളുടെ മരമൊണ്ണത്തരം എത്രത്തോളമാണ് ജിഹാദികളെ മൊണ്ണത്തരം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്നു കാണിക്കുന്നത്. നമ്മളതിന് ഇവര് മിസൈൽ അയച്ചോ എന്നാണല്ലോ പറയുന്നത്. ഇതിന് പകരമായിട്ട് ഇസ്രായേൽ എന്തൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇക്കഴിഞ്ഞ 2 ആഴ്ച മാത്രം ഇസ്രായേൽ എന്തൊക്കെ ചെയ്തു എന്നതിന്റെ ഒരു കണക്കെടുക്കാം. ഞാനിവിടെ IDF ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട കണക്കാണ് കൊടുക്കുന്നത്. ഇത് കാണുമ്പോഴേക്ക് ജിഹാദികൾ ഓരോ ഇസ്രായേലിന് കണക്ക് പറയാൻ IDF-ന്റെതാണോ എടുക്കുന്നത് എന്നൊക്കെ. ഇസ്രായേൽ ഒരു അന്തസ്സുള്ള രാജ്യമാണ്. ഇസ്രായേല് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അതും ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വിടുന്ന ആളുകളാണ്. ഇനി ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ അതും ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തു വിടും. അതേസമയം ഇറാനിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തില് അലി ഖമേനി ജീവിച്ചിരിപ്പുള്ളതിൽ ഏതെങ്കിലും ഒരു കാലത്ത് അലി ഖമേനിക്കെതിരെ ഒരു അക്ഷരം മിണ്ടൂല, ഒരു മാധ്യമത്തിൽ വരൂല. അതേസമയം അലി ഖമേനിക്കെതിരെ മിണ്ടിയ 10,000 ആളുകളെ ഇറാന്റെ അലി ഖമേനിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടത്തി ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെയുള്ള ആളുകൾ കണ്ടില്ല എന്ന് നടിച്ച ഇവിടെയുള്ള ജിഹാദികളും പ്രമുഖ മാധ്യമങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന്റെ IDF ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. IDF പുറത്തുവിടുന്ന ഓരോന്നിനും കൃത്യമായ ഉപഗ്രഹ ചിത്രങ്ങളുടെ തെളിവുകൾ സഹിതമാണ് അവര് പുറത്തുവിടാറുള്ളത്. കഴിഞ്ഞ 2 ആഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാനത് വായിച്ചേൽപ്പിക്കാം. മൊത്തം 7600 ആക്രമണങ്ങൾ ഉൾപ്പെടെ ഇറാൻ ഭരണകൂടത്തിന്റെ ആസ്ഥാനങ്ങളിലും ആസ്തികളിലും 2000-ലധികം ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ മിസൈൽ പദ്ധതിക്കെതിരെ 4700 ആക്രമണങ്ങൾ നടത്തി. ആയിരക്കണക്കിന് ഭീകര പ്രവർത്തകരെ ഇല്ലാതെയാക്കി. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ 380-ലധികം ആക്രമണങ്ങൾ ഉൾപ്പെടെ 4700-ലധികം ആക്രമണങ്ങൾ നടത്തി. ഇനി ലബനാനിൽ കഴിഞ്ഞ 2 ആഴ്ചയിൽ മാത്രം കേട്ടോ ലബനാനിലേക്ക് 1100-ലധികം ആക്രമണങ്ങൾ നടത്തി. 190 റദ്വാൻ ഫോഴ്സ് ലക്ഷ്യങ്ങൾ, 200-ലധികം മിസൈൽ ലോഞ്ചർ ലക്ഷ്യങ്ങള്, 35 കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകള്, 380-ലധികം ഹിസ്ബുള്ള തീവ്രവാദികളെ ഇല്ലാതെയാക്കി. 2 ആഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ. നമ്മൾ ഈ ആക്രമണങ്ങളുടെ കണക്കൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയില് ജിഹാദികൾ വലിയ ആവേശത്തിലാണ്. ഇറാൻ എന്തോ മലമറിക്കാണ് ഇസ്രായേലിനെതിരെ, അമേരിക്കക്കെതിരെ എന്നൊക്കെയാണ് ഇവിടെ പ്രചരണം. എന്നിട്ട് ഇവിടെയുള്ള സകല ജിഹാദികൾക്ക് ഒരു തണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഓ ഞങ്ങളാണ് ഇവിടെ വിജയിച്ചോണ്ടിരിക്കുക. അല്ല, ലോകത്ത് നീതി മാത്രമേ വിജയിക്കൂ. അതാ യാഥാർത്ഥ്യം. ലോകത്തൊരിക്കലും അനീതി വിജയിക്കൂല.
ഇതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അലി ഖമേനി പോലും കൊല്ലപ്പെട്ടത്? സകല മലയാളികളും തിരിച്ചറിയേണ്ടതാ. ഇവിടെ ജിഹാദികള് ഞങ്ങൾ എന്തോ മലമറച്ചു എന്ന് പറഞ്ഞ് ഇറാനെയും പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഇറാന് ബോധമുള്ള ഏതെങ്കിലും ഒരു ഭാരതീയന് അംഗീകരിക്കാൻ സാധിക്കും? നമ്മളിൽപ്പെട്ട 1 കോടിയോളം ആ ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് ഇറാൻ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. മരമൊണ്ട നമ്മുടെ കേരളത്തിലെ ജിഹാദികള് അതിനും കൈയടിക്കുക. എന്നിട്ട് എന്താ പറയുക? അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ പറയോ അമേരിക്കയുടെ സൈനിക ബേസ് അങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന സൈനിക സംവിധാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്നോ ഇറാന്റെ മതഭ്രാന്തന്മാര് പണ്ട് ഇറാഖ് ഇറങ്ങി പുറപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളെ എന്നോ അവരുടെ വരുതിയിലാക്കി മതഭ്രാന്തന്മാരുടെ രാജ്യം എന്ന വലിയ രീതിയിലേക്ക് അവരെത്തിക്കായിരുന്നു. അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ ഗൾഫില് ഇല്ലായിരുന്നെങ്കിൽ ഏതോ കാലത്ത് തന്നെ അലി ഖമേനിയും ടീമൊക്കെ ഗൾഫൊക്കെ പിടിച്ചെടുത്തേനെ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇവിടെയുള്ള ജിഹാദികൾ. എന്നാ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അവിടെ ജോലിയൊക്കെ ലഭിക്കുന്നത്. അതേസമയം ഇറാന്റെ ഈ പറയുന്ന ഖമേനിയെ പോലെയുള്ള ഒരു മരമൊണ്ണ ജിഹാദി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ ഒരിക്കലും ആ നാട് നന്നാവില്ലായിരുന്നു. ഇറാനെ പോലെ നശിച്ചൊരു നാടായിട്ട് മാറുകയായിരുന്നു. ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയാം. ഇവിടെ കിടന്ന് ജിഹാദികൾ തുള്ളുന്നത് പോലെ തന്നെ കുറെ മരമണ്ട ജിഹാദികൾ യു എന്ന് തുള്ളിയതേ ഓർമ്മയുള്ളൂ. ഉള്ളിലിടുന്നു 35 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 17 ഇന്ത്യക്കാരാണ്, അതിൽ മലയാളികളുണ്ട്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്ന് ഖമേനിക്ക് വേണ്ടി ചിന്ത. ഓരോ മിസൈലൊക്കെ വരുമ്പോ സ്വന്തം മുറ്റത്തേക്ക് മിസൈൽ വന്നാലും ഞങ്ങളുടെ തന്തയായിട്ടുള്ള ഖമേനിയുടെ നാട്ടിൽ നിന്നാണല്ലോ, അതിന് കൈയടിക്കുക എന്നാണ് ഇവിടുത്തെ മൊണ്ണ ജിഹാദികൾ കരുതുന്നത്. അത്രേ വിവരമുള്ള ഈ മരമണ്ണകൾക്ക് അതേ ശൈലിയിൽ കൈയടിച്ച് വീഴുന്നു എടുത്തകത്തിട്ടിട്ടുണ്ട്. കമ എന്നൊരു അക്ഷരം ഖമേനിക്ക് വേണ്ടി സൗദി അറേബ്യ മുതൽ UAE വരെ ഏതെങ്കിലും ഒരു ജിഹാദി വേണ്ടിയാൽ സകലതിനെ എടുത്ത് ജയിലിൽ തള്ളു. അതാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ യുദ്ധമൊക്കെ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന എന്താ? ഗൾഫ് രാജ്യങ്ങളും, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ലോകത്തോട് ചേർന്ന് നിൽക്കാൻ സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹം, അവരെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ എല്ലാ ആളുകളും അംഗീകരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ തന്നെ വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ നിരന്തരം പറയാറുണ്ട്, നമ്മളൊക്കെ പറയുന്നത് പോലെയാണ് സംഭവിക്കാൻ പോകാൻ. നമ്മൾ ഒരുപാട് മുമ്പേ പറയുന്നത് വെറുതെ ഒന്നല്ല. ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് വലിയ ഐക്യത്തിലേക്ക് വരും. കാരണം ഈ ജിഹാദിസവും ഭീകരവാദവും തീവ്രവാദമൊന്നും അതല്ല, അത് ജിഹാദിസാണ്. അത് അനുകൂലിക്കുന്ന ആളുകൾ ലോകത്ത് ഒറ്റപ്പെടണം. അത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഇറാൻ തകർന്നുകൊണ്ടിരിക്കുക, തരിപ്പണായിക്കൊണ്ടിരിക്കുക. അത് ലോകത്തിന്റെ ആവശ്യമാണ്. അവർ തരിപ്പണായിട്ട് തകർന്നു പോകണം എന്നുള്ളത്. അത് തകർന്നുകൊണ്ടിരിക്കുക. ഇത് തകർച്ച പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലൊക്കെ ആയിട്ട് വലിയ ഐക്യത്തിലേക്ക് വരും. അപ്പൊ ഇവിടെയുള്ള ജിഹാദികളൊക്കെ ഒറ്റപ്പെടും. പിന്നെ ഇവിടെ കിടന്ന് അലി ഖമേനിക്ക് വേണ്ടി കാരൊരക്ഷരം ഉണ്ടെന്നോ അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അപകടമായിരിക്കും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.